ഇത്രയും സമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് ഇന്ന് പകൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവാത്മാവ് എളിയവനോട് ഇടപെട്ടതായ ചില തിരുവചന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫേസ്യർ 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചില്ല. അവന്റെ വിളിയ അപ്പോസ്തലനായ പൗലോസ് വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. അവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവൻ ഓർക്കുന്നത്? പ്രത്യേകമായൊരു ഉദ്ദേശമുണ്ട് അതിന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. എന്തു ചെയ്യണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവം, അവൻ മഹത്വമുള്ളവനാണ്, അവൻ പിതാവാണ്. നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. ഇത് സൂപ്പർ മാർക്കറ്റിൽ പോയി കിട്ടുന്ന സാധനമല്ല. ഇത് കിട്ടാൻ ഒറ്റ ഇടയുള്ളൂ, ദൈവ പാദപീഠം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തനിക്ക് ബോധിച്ചവരെ തൻ്റെ അടുക്കൽ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുക്കൽ ഇരിക്കണം. അപ്പോൾ ദൈവവചനത്തോട് ചേർന്നിരിക്കുമ്പോൾ എന്തുണ്ടാകും? ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും. സ്തോത്രം. ദൈവാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ഇരിക്കില്ല. സ്തോത്രം. രജിതയുടെ അമ്മാമ പറഞ്ഞതുപോലെ എനിക്ക് ധ്യാനപ്പെടണം. മാറുന്നവർ മാറട്ടെ, അതെനിക്ക് കഴിയുമല്ല. എനിക്ക് എന്ത് ചെയ്യണം? ഫോണടിച്ച് ചോദിച്ച് അത് മുന്നു പോയി. സ്തോത്രം. ധ്യാനപ്പെടാൻ തീരുമാനിച്ച് ഒരെണ്ണം മുങ്ങി, അടുത്തപ്പോഴും എന്ത് ചെയ്യുക? സ്തോത്രം. ഒരാൾ തിരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരുമ്പോൾ പോകണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് മതിയാകൂ. സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്ന അടുത്ത വാക്ക്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി എന്ത് ചെയ്യണം? ഈ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ എന്തു ചെയ്യണം? റോമാലേഖനത്തിലേക്ക് വന്നേ. 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇതിനോട് ചേർത്തൊന്ന് വായിച്ച്. റോമർ 12-1-2 വാക്യം. അപ്പൊ ആരുടെ മനസ്സലിവ് കൊണ്ടാ ഇത് പറയുന്നേ? സണ്ണിക്ക് പ്രത്യേകിച്ച് മനസ്സലിവൊന്നുമില്ല. ദൈവത്തെക്കാൾ കൂടുതലൊന്നും സണ്ണിക്കില്ല. അതിൻ്റെയൊക്കെ എത്രയോ താഴെ കിടക്കുന്നത്. സണ്ണിക്ക് കുശുമുണ്ട്, ചിലപ്പോൾ അസൂയുണ്ട്, ഇതൊക്കെ സണ്ണിക്കുണ്ടാകും. പക്ഷെ ദൈവത്തിനില്ല. എന്തില്ല? ഇതൊന്നും ഇല്ല. അപ്പൊ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്
അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ, വിശുദ്ധി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. സ്തോത്രം. മറക്കരുത്, അത് വെക്കുക. ഇന്നലെ സ്നാനത്തിന് ചെന്ന് ആ ദൈവദാസൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിച്ചത് നമ്മൾ കേട്ടല്ലോ. മുങ്ങിപ്പൊങ്ങാൻ തടസ്സം എൻ്റെ കൈയിട്ടിരിക്കുന്ന ഈ വള ഊരാനായിട്ട് പറ്റില്ല. കട്ട് ചെയ്ത് മാറ്റാനും എനിക്ക് എന്തില്ല, ഇഷ്ടം ഇല്ല. ഇത് തന്നെ പോകുകയാണെങ്കിൽ, ഊരുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തമ്പുരാനോടാ വെല്ലുവിളിച്ചത്. തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ വള എന്ത് ചെയ്തു? ഊരി തെറിച്ചു പോയി. ആ പെണ്ണുമ്പിള്ള വാക്ക് പാലിച്ചു കേട്ടോ. അതിനായി സ്തോത്രം. അപ്പോൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതിനെയെല്ലാം മാറ്റിയേ മതിയാകൂ. ആമേൻ. എളിയവൻ പറയുന്ന വാക്ക് ഉണക്കമീൻ കളയണം. ആ നാറുന്ന മീൻ കളയണമെന്നേ. അത് കളയാത്തിടത്തോളം കാലം പൂച്ച കിടന്ന് വട്ടം കറങ്ങും. എന്താ കാരണം? എന്നിട്ട് പോരാട്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോരാട്ടം പോകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ജീവിതത്തിലുള്ള ഉണക്കമീൻ എന്ത് ചെയ്യണം? ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ പോരാട്ടം എന്ത് ചെയ്യും? പിന്നെ പൂച്ച മണത്തോണ്ട് വരില്ല. പൂച്ച ഇടയ്ക്കിടയ്ക്ക് മണത്തോണ്ട് വരുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അതിന് മണമുള്ളത് കൊണ്ട്, അവിടെ ഇഷ്ടപ്പെട്ട സാധനമുണ്ട്, അതുകൊണ്ടാണ് പൂച്ച വരുന്നത്. സ്തോത്രം. അപ്പോൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ, ഒന്ന് ജീവൻ വേണം. കോഴിമുട്ട ഇരിക്കുന്ന പോലെ ഇരിക്കരുത്. ദൈവാത്മാവ് ഹൃദയത്തിൽ ഹല്ലേലൂയ ഇടപെടുമ്പോൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തല്ലിപ്പഠിപ്പിക്കുന്ന പരിപാടി സണ്ണി വർഗീസിനില്ല. നിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ സ്തുതിക്കുവാൻ, സ്തോത്രം. വചനം പറയുന്ന വാക്ക് തന്നെ പറയാം, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാ. സ്തോത്രം. ഹല്ലേലൂയ. കയ്യിലിരിപ്പ് ശരിയാകാത്തവര് കോഴിക്കുഞ്ഞ് ചാകാൻ പോകുമ്പോ കോട്ടുവായിടുന്നത് പോലെ വാ തുറക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. ശബ്ദമുണ്ടോ? ഇല്ലെന്നേ. അത് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഉരുണ്ട് വീണ് ചാകും. എന്നാൽ ഉശിരുള്ള കോഴിക്കുഞ്ഞ് എപ്പോഴും എന്ത് ചെയ്യും? ക്യാം 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 പറഞ്ഞുകൊണ്ട് നടക്കും. അതിനോട് കോഴി തള്ളക്കോഴി പറയുകയാണെന്ന് ഇരിക്കട്ടെ, കുഞ്ഞെ നീ മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മണ്ടേ കയറിയിരുന്ന് വീണ്ടും എന്ത് ചെയ്യും? സ്തോത്രം. അപ്പോൾ ജീവനുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. എന്താ കാരണം? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. വിശുദ്ധരായിരിക്കണം. സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ള യാഗം. എന്താ ദൈവത്തിന് പ്രസാദമുള്ള യാഗം? വേദപുസ്തകം പറയുന്നത് യഹോവ കായീനിലും അവന്റെ പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ആരിൽ ആദ്യം പ്രസാദിച്ചേ? സ്തോത്രം. എന്താ കാരണം? വചനം പറഞ്ഞതനുസരിക്കുവാൻ അവന് മനസ്സുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ കണക്ക് കൂട്ടുന്നത് കായീൻ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവനും കൊണ്ടുപോയത്. ഹാബേല് പറഞ്ഞു കാണും, മോനെ നീ നല്ലൊരു ആട്ടുംകുട്ടിയെ നോക്കി എടുത്തെന്ത് ചെയ്യ്, കൊണ്ടുപോയി ആങ്കടിക്ക്. കൊണ്ടുപോയത് യോഗ്യമായിട്ടാ, പക്ഷേ എന്തുണ്ടായി? പ്രസാദിച്ചില്ല. കാരണം എന്നാ?
അനിയൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞ ചേട്ടന് കുറവല്ലേ? അനിയൻ പുള്ളി പറഞ്ഞത് കേൾക്കാൻ ചേട്ടൻ തയ്യാറായില്ല. സ്തോത്രം. എന്നാൽ ഉണ്ടായത് ദൈവ സാന്നിധ്യം അവൻ അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. എന്തുണ്ടായി? കയീൻ കോപിച്ചു. സ്തോത്രം. അപ്പോൾ ദൈവിക പ്രസാദം ലഭിക്കണമെങ്കിൽ ഇനി രണ്ടാം വാക്യം വായിച്ചേ, റോമർ 1:2. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം എന്താ പറയുന്നത്? ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ടെന്നേ. എന്തിനാ അങ്ങനെ? സ്തോത്രം. ഇങ്ങനെ ചെയ്താൽ ഇപ്പൊ എന്നാ കുഴപ്പം? സ്തോത്രം. ഇങ്ങനെ ചെയ്താൽ എന്നാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നീ ചെയ്യുന്നതിന് ദൈവപ്രസാദം ലഭിക്കില്ലെന്നേ ഉള്ളൂ. ഈ ലോകത്തോട് അനുരൂപമാകാതെ, 1 നന്മ, 2 പ്രസാദം, 3 പൂർണ്ണത, ദൈവഹിതം. അപ്പോൾ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉണ്ടാകണമെങ്കിൽ ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ ദൈവകൃപയാൽ സ്നാനമേൽക്കുവാൻ ഷൈയുടെ ജീവിതത്തിൽ സഹായിച്ചു. ഇനി തുടർന്ന് എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഓരോ ദിവസവും സമർപ്പിക്കണം. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ മനസ്സാ ഇത്ര പ്രശ്നക്കാരൻ. സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോ തോന്നും ഇപ്പൊ സ്നാനപ്പെടണമെന്ന്. കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ട. ഞങ്ങൾ രണ്ടുപേരും കൂടിയേ സ്നാനപ്പെടുന്നുള്ളൂ. പറഞ്ഞു എന്ത് ചെയ്തു? അത് കൃപ, ദൈവത്തിന്റെ കരുണയാ. ആഗ്രഹം നല്ലതാണ്, തെറ്റല്ല. പക്ഷേ അതൊരു കെണിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് കുടുംബപരമല്ല, വ്യക്തിപരമാണ്. വ്യക്തിപരമായി എടുക്കുന്ന ഒരു തീരുമാനമാണ് അവനവന്റെ ജീവിതത്തിലെ ഭാവി നിർണയിക്കുന്നത്. ജീവനും മരണവും കുടുംബത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന നല്ല വചനം പറയുന്നേ. വ്യക്തിപരം നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. സ്തോത്രം. അപ്പോൾ ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിന് പുതുക്കം വരണം. പുതുക്കം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവപാദപീഠത്തിൽ സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിച്ചേ മതിയാകൂ. വേർപാട് പറയുമ്പോഴാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വേർപാട് എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, റോമാലേഖനത്തിലെ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ ഈ ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. സ്തോത്രം. ഈ ലോകത്തോട് അനുരൂപരായി കഴിഞ്ഞാൽ എന്നാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നിരുന്ന് സ്തോത്രം പറയാം. അവിടെ ചെല്ലുമ്പോൾ ലോകത്തോട് കൂടെ എന്ത് ചെയ്യാം? നടക്കാം. കളിയാക്കില്ല ആളുകൾ, ബുദ്ധിമുട്ടുണ്ടാകില്ല. സ്തോത്രം. അതിന് ആളുകൾ ഇട്ടിരിക്കുന്ന ഓമനപ്പേരാണ് സാഹചര്യം. അതല്ലേ സാഹചര്യം? അതല്ലേ? ഇപ്പൊ ഞാൻ സ്നാനപ്പെട്ട് ആഭരണമിടാതെ പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ അങ്ങ് പോയി നിൽക്കാൻ കുടുംബക്കാര് മുഴുവൻ അവിശ്വാസികളാ. അവരുടെ ഇടയിൽ കഴുത്തിലും കാതിലും ഇല്ലാതെ ഞാൻ പോയി നിൽക്കുമ്പോൾ എന്നെ എന്ത് ചെയ്യും ആളുകൾ? സ്തോത്രം.
ആ കളിയാക്കൽ ഒരു അലങ്കാരമായി ജീവിതത്തിൽ ഏറ്റെടുക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ആളുകളെല്ലാവരും പൂമാലയിട്ട് സ്വീകരിച്ചു? ഇല്ലെന്നേ. അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? വേദനകൾ മാത്രമാണ് ലഭ്യമായത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കും. പ്രകാശിച്ചു കഴിയുമ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമ ധനം ഇന്നതെന്ന്, അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയുവാൻ കഴിയും. അത് മനസ്സിലാക്കിയ ഭക്തരാണ് പറയുന്നത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടില്ല. സ്തോത്രം. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായി വസിക്കും. അത് തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലോ, സമുദ്രം ഹല്ലേലൂയ കലങ്ങി മറിഞ്ഞാലോ, അതിന്റെ കോപം കൊണ്ട് ഇളകി മറിഞ്ഞാലോ ഞാൻ ഭയപ്പെടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാരണം? കോരകപുത്രന്മാർ പറയും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. സ്തോത്രം. അതുകൊണ്ട് ഭൂമി മാറട്ടെ, സമുദ്രം ഇളകി മറിയട്ടെ, അതിന്റെ കോപം കൊണ്ട് എന്തും സംഭവിക്കട്ടെ, എന്റെ കൂടെ ആരുണ്ട്? എന്റെ ദൈവമുണ്ട്, എന്നെ വിളിച്ചവനുണ്ട്, എന്റെ നാഥൻ എന്നെ കൈവിടില്ലെന്ന് ഉത്തമമായൊരു ബോധ്യം കോരകപുത്രന്മാർക്കുണ്ടായിരുന്നത് കൊണ്ട് അവർ പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. എന്താണ് ഇത്രയും ശക്തമായി ഇത് പറയുന്നതിന്റെ കാരണം? അതേ അധ്യായത്തിലെ 4-ാം വാക്യം എന്ന് വായിച്ചേ. അപ്പൊ തിരഞ്ഞെടുത്തതിന്റെ പുറകിലെ ഉദ്ദേശം എന്താ? ഉണക്കമയും കൈപിടിച്ചോണ്ട് നടക്കാനല്ല. നീ ആരാകണം? ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യമുള്ള ഒരു വ്യക്തിത്വമായി മാറണം. ഒന്നാമത്തെ ക്വാളിറ്റിയാണ് വിശുദ്ധർ ആകണം. കാരണം എന്താ? നിന്നെ വിളിച്ച വ്യക്തി വിശുദ്ധനാ. സണ്ണി വർഗീസ് അല്ല നിങ്ങളെ വിളിച്ചത്. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് എൻ്റെ സഭ. അങ്ങനെ ഒരു സഭയില്ല, ദൈവസഭയാ. സഭയുടെ ഉടമസ്ഥനാരാ? ദൈവമാണെന്നേ. ദൈവസഭ നമ്മുടെ സഭയല്ല, ദൈവത്തിന്റെ സഭ. സംഘടന പേരുകൾ വ്യത്യസ്തമായി ഉണ്ടാകാം, അതൊക്കെ ഈ ഭൂമിയിൽ താൽക്കാലികമായിട്ടുള്ളതാണ്. സ്തോത്രം. സ്വർഗത്തിൽ ചെന്ന് IPC-കാരെ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല, AG-കാരെ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല, ഷാരോങ്കാരെ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല, സ്വതന്ത്ര സഭകളെ തെരഞ്ഞാൽ കിട്ടില്ലെന്നേ, ചർച്ച കോഡ് തെരഞ്ഞാൽ കിട്ടില്ലെന്നേ. സ്വർഗത്തിൽ ചെന്നാൽ ഒറ്റ ഐഡിയേ ഉള്ളൂ, ദൈവമക്കൾ. സ്തോത്ര. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മക്കളായി ഇവിടെ ജീവിക്കണം. ആമേൻ. ഈ ലോകത്തോട് നീ അനുരൂപരാകരുത്. നീക്കം ചെയ്യേണ്ടതിനെ നീക്കം ചെയ്യുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടാകണം. ഇത് ഇങ്ങനെ ആയാൽ എന്നെ കുഴപ്പമുണ്ട്. നിത്യത കടി കാണുവാൻ കഴിയാത്ത നിലവാരത്തിൽ ശത്രുവായവൻ നിന്നെ അപായപ്പെടുത്തുവാൻ സാധ്യതകളുണ്ടെന്നേ. ഈ ലോകത്തോട് നീ അനുരൂപരാകരുത്. ആമേൻ. ഹല്ലേലൂയ. അവൻ ആരാണ്? വിശുദ്ധരാണ്. മാത്രമല്ല ഒരു ദൈവ പൈതൽ നിഷ്കളങ്കനായിരിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഞാനിവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബിജുവിനിട്ട് 2 കൊടുക്കണം എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കത്തിച്ചു വിട്ടാൽ അതുകൊണ്ട് ബിജുവും കത്തില്ല, ഞാനിവിടെ നിന്ന് പറയുന്നത് ഞാനും കത്തില്ല. അത് ഗുണത്തിന് പകരം ദോഷമായി മാറും. എന്നാൽ പരിശുദ്ധയാത്മാവെന്ന കാര്യസ്ഥൻ കാര്യങ്ങളെ കയ്യേറ്റാൽ ഹൃദയത്തിനകത്തൊരമ്പ് പോലെ ചെന്ന് തുളയ്ക്കുകയും ഹൃദയത്തിനകത്തത് പരിവർത്തനം നടത്തുകയോ നിത്യതയ്ക്ക് വേണ്ടി വ്യക്തിയെ ഒരുക്കുകയും ചെയ്യുന്ന ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ് ഈ ദൈവത്തിന്റെ വചനം. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താകണം? നിഷ്കളങ്കരാകണം. സ്തോത്രം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിൽ ദൈവം പറയുന്നത്, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനാകണം. സ്തോത്രം, ഹല്ലേലൂയ. വിളിയേട്ടിറങ്ങിയവനാ, ദൈവം പറഞ്ഞതുപോലെ യാത്ര ആരംഭിച്ചവനാ. ഇടയ്ക്ക് വെച്ച് സാറ പറഞ്ഞതങ്ങ് കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പം ദൈവ സാന്നിധ്യം എന്ത് ചെയ്തു? എന്നാൽ ദൈവത്തിന്റെ മഹാകരുണ, ദൈവം വീണ്ടും അവനോട് ഇടപെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹൃദയത്തിൽ അത് വേദനയായിരുന്നു. ദൈവം പറഞ്ഞു, മോനെ, അവൾ എന്താണ് പറയുന്നത് കേട്ടോ, അതങ്ങ് ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന അനുസരിപ്പാൻ നമ്മൾ വിശ്വസ്തരായി നിലകൊള്ളണം. അവിടെ പറയുന്ന വാക്ക്, സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് എന്ത് ചെയ്തു? ലോക സ്ഥാപനത്തിനു മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. യോഹന്നാൻ 15-16 വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആഴം മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ 15-16 വാക്യം. ഞാൻ നിങ്ങളെ അപ്പോൾ തിരഞ്ഞെടുപ്പ്, ഇപ്പം ഇന്നലെ ഒരാൾ മുങ്ങിപ്പൊങ്ങി, പക്ഷേ അത് ദൈവം ശാരിയെ തിരഞ്ഞെടുത്തത് കൊണ്ട് ആ തിരഞ്ഞെടുപ്പിനെ സ്വീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇനിയാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിനോട് കൂടെ എന്ത് ചെയ്യണം? നടക്കണം. ഇപ്പം ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, ഹെഡ് മാസ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് നടക്കാൻ പറ്റുമോ? ഉണക്കമീൻ പറ്റുമോ? സ്വോത്രം. ആ കട പൂട്ടിയേ പറ്റൂ. ആ കടയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നടക്കാൻ പറ്റില്ല. അപ്പോൾ വിശുദ്ധരായ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ നമ്മൾ നിഷ്കളങ്കരായി നടന്നേ പറ്റൂ. സ്തോത്രം. തിരഞ്ഞെടുപ്പ്, ആ വാക്യം യോഹന്നാന്റെ 15-16 ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? ഇനി എന്തുണ്ടാകണം? ഉണ്ടാകണം. അത്തിയെ പോലെ ആകരുത്. നിറഞ്ഞ ഇലയോടുകൂടെ ഇങ്ങനെ നിൽക്കുക. കാഴ്ചയ്ക്ക് ഭക്തന, പക്ഷെ കയ്യിലിരിപ്പ് സ്വോത്രം. അത് നിങ്ങൾ ബിലീവ് ചെയ്താൽ മതി, ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. സ്വോത്രം. അങ്ങനെയല്ല. നിങ്ങൾ എന്തുണ്ടാകണം? ഫലം കായ്ക്കണം. അപ്പോ കായ്ച്ചാൽ മാത്രം പോരാതെ എന്ത് ചെയ്യണം? നിലനിൽക്കണം. മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണമെന്ന്. ചിലരെ കൂടെ നടക്കാൻ പറ്റില്ല. കാര്യമൊക്കെ ശരി, അതിൻ്റെ കൂടെ എന്താ കാരണം? മുള്ളുണ്ട്, ഇടയ്ക്ക് കുത്തും. ചേർന്ന് നിന്നാൽ കുത്തു കിട്ടും, ചേർന്ന് നിന്നാൽ ചവിട്ട് കിട്ടും. അങ്ങനെയുള്ളതിനെ എന്ത് ചെയ്യണം?
അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് കരുതി അങ്ങ് വിട്ടേക്കണം. സ്തോത്രം. ആമേൻ. ചിലതിനെ നേരെയാക്കാൻ ചിലയിടത്ത് കൊണ്ടുപോയി ദൈവം ആക്കും, എന്നിട്ടും നേരെയാകാത്തതുകൊണ്ട്. അത് കർത്താവ് പറഞ്ഞ വാക്ക് തന്നെ. കള വളർന്നു വന്നപ്പം ശിഷ്യന്മാർ ചോദിച്ചു, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, കള എങ്ങനെയാ വളർന്നു വന്നേ, അതിനെ പറിച്ചു കളയട്ടെ? കർത്താവ് പറഞ്ഞു, ഇല്ല, കൊയ്ത്തോളം അത് വളർന്നോട്ടെ. അപ്പം ഈ ദൈവസഭകളിൽ എന്തുണ്ട്? കളയുണ്ട്. കളങ്ങനെ നിൽക്കുക, അടിച്ചു കൊഴുത്ത് ഉശിരോടുകൂടെ നിൽക്കുക. ആളുകൾ ചിന്തിക്കുന്നത് കുഴപ്പമില്ലെന്നാ, കൊയ്ത്തിന്റെ സമയം വരട്ടെ, വെട്ടി എന്ത് ചെയ്യും? കെട്ടി തീയിലിട്ട് കളയുന്ന വചനം പറയുന്നേ. സ്തോത്രം. ആമേൻ. ഒരു ദൈവ പൈതൽ ദൈവ ശബ്ദം കേൾക്കുന്നവരാകണം, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനാകണം. ആകണമെങ്കിൽ ഈ ലോകത്തോട് കുഞ്ഞേ നീ അനുരൂപരാകരുത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവ സന്നദ്ധയെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകൂ. ഏൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം കാലം നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കില്ല കേട്ടോ. സ്തോത്ര. ഹല്ലേലൂയ. പ്രകാശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയും. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള മഹിമ ധനമെന്തെന്നറിയും. അത് തിരിച്ചറിയുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ പറയും, പിടിച്ചെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, ലാഭമായത് ഞാൻ ഛേദമെന്നെണ്ണുകയാ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ഞാൻ ആ ലാക്കിലേക്ക് ഓടുകയാ. ആ ലാക്കിലേക്ക് ഞാൻ ഓടിയെത്തുവാൻ കാക്കയോടുകൂടെ ഓടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് അതിന് വ്യാപരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി അത് വ്യാപരിക്കുന്നില്ല. നിന്റെ മുൻപിൽ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്, നിന്റെ കൂടെയുണ്ടെന്ന്, നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ആ ബോധ്യം നിന്റെ ഹൃദയത്തിലുണ്ടാകുമ്പോ ആ വിഷയത്തെ കണ്ട് ഭയപ്പെടുകയല്ല വേണ്ടത്. ധൈര്യത്തോടെ ആ വിഷയത്തെ ഫേസ് ചെയ്യുവാൻ ദൈവകൃപ നിന്റെ മേൽ പകരുവാൻ അവൻ മതിയായവനാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെരുകി വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രവാചകൻ ശാന്തമായി വിശ്രമിക്കുക. പ്രവാചക ശിഷ്യൻ നേരം വെളുത്ത് കണ്ണും തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോ, കണ്ണും തിരുമ്പി നോക്കിക്കഴിഞ്ഞപ്പം മല നിറച്ച് മുഴുവൻ രഥങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ആ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അയ്യോ യജമാനനെ, തീർന്നു, നമ്മുടെ പണി തീർന്നെന്ന് പറഞ്ഞു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, കഷ്ടം, ഇതിനെയും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, പിന്നെ കണ്ണൊന്ന് തുറക്കണം. അത് തുറന്നു കഴിഞ്ഞപ്പം അഗ്നിമയമായ രഥങ്ങളാൽ അമ്മല നിറഞ്ഞു നിൽക്കുന്നത് അവൻ കാണുകയാ. എന്താ അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. ഒരു രാജാവ് അയച്ചു വിട്ടതായ രഥങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവഭക്തനെ തൊടുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു അഗ്നി രഥങ്ങൾ കൊണ്ട് ആ മലയെ നിറച്ചിരിക്കുന്ന ഒരനുഭവത്തെ പ്രവാചക ശിഷ്യൻ കണ്ടുവെച്ച് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. കുഞ്ഞേ, സാഹചര്യത്തിന്റെ മുൻപിൽ പ്രവാചക ശിഷ്യൻ പറഞ്ഞതുപോലെ അയ്യോ എന്ന് പ്രവാചകൻ പറഞ്ഞില്ല. എന്താ കാരണം? അവന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അവൻ ആരാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ആ ദൈവത്തെ മറികടക്കുവാൻ
ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ കഴിയില്ല എന്ന് ഒരു ബോധ്യം ആർക്കുണ്ടായിരുന്നു? പ്രവാചകനുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ കുത്തിരിട്ടിട്ട് പോകുകയല്ല ചെയ്തേ. അതിന് താഴെ പറയുകയാണ്, അങ്ങനെ എങ്ങനെ മുകളിൽ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തി അങ്ങനെ ക്രിസ്തുവിൽ എന്ത് ചെയ്തു? അത് വ്യാപരിച്ചു. എങ്ങനെ? ഈ ലോകം പറഞ്ഞു അവനെ കല്ലറയ്ക്കകത്ത് ഒതുക്കി. ഈ ലോകം നിന്നോട് പറയോ നിന്റെ പണി തീർന്നെന്ന്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമേ, നിന്റെ പണി തീർക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ അവസ്ഥയെ ഇല്ലാതെയാക്കുവാൻ, നിന്നെ തച്ചുടപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട് എന്ന് ഇന്ന് പകല് ദൈവാത്മാവെ വിളിച്ചു പറയുകയാണ്. ഒന്ന് ചിന്തിച്ചേ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്ന അവസാന വാക്ക് പിതാവിനോട് പറഞ്ഞ വാക്ക് ഇതാണ്: പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രാണനെ വിട്ട് അവൻ മരിച്ചു. ആരുടെ കയ്യിലെ ഏൽപ്പിച്ചു കൊടുത്ത ആത്മാവിനെ? പിതാവ് തിരിച്ചു വിട്ടില്ലെങ്കിലോ? അങ്ങനെ ഒരു ചിന്ത കർത്താവിനുണ്ടായിരുന്നോ? ഇല്ല. എന്താ കാര്യം? അവനറിയാമായിരുന്നു എൻ്റെ പിതാവ് വിശ്വസ്തനാണ്. നമുക്ക് മാതൃകയാണത്. നമ്മെ വിളിച്ചത്, ഹല്ലേലൂയ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ, നീ ദൈവ പൈതലെങ്കിൽ, നീ വേർപെട്ട വ്യക്തിയെങ്കിൽ, ഒരു അന്ധകാര ശക്തിക്കോ ഒരു ശത്രുവിന്റെ പദ്ധതിക്കോ നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലാതെയാക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവ ശക്തി ഉണ്ടുകുന്നേ. 3 ദിവസം ആളുകൾ സന്തോഷിച്ചു. ഇവന്റെ പണി തീർന്നു. എന്താ കാര്യം? റോമൻ ഇമ്പീരിയൽ മുദ്ര, കാവൽ കൂട്ടം. 4 മണിക്കൂർ മാത്രം ഡ്യൂട്ടി ചെയ്ത് മാറുന്ന കാവൽക്കൂട്ടം. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഇമ്പീരിയൽ മുദ്ര. റോമൻ പടയാളികൾ കാവൽ നിൽക്കുകയാണ്. അവരുറങ്ങാതെ ശ്രദ്ധയോടെ കാവൽ നിൽക്കുന്നവരാ. അതാണ് റോമൻ പടയാളികളുടെ പ്രത്യേകത. എന്നാൽ ഏൽപ്പിച്ചു കൊടുത്തവൻ തിരികെ ഈ കല്ലറയ്ക്കകത്തിരിക്കുന്ന മൺകൂടാരം രൂപാന്തരപ്പെടേണ്ടത് എന്ന്, ഹല്ലേലൂയ, ദൈവം നിശ്ചയിച്ചതായ സമയം വന്നപ്പോൾ തേജോരൂപിയായി ആത്മാവ് ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. വചനം പറയുന്നത്, ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് ആ കല്ലെടുത്ത് മാറ്റി, ഹല്ലേലൂയ, ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ച്, ഹല്ലേലൂയ, ആ കല്ല് ഉരുട്ടി നീക്കിയിട്ട് അതിന്റെ മണ്ടയിലത് കയറിയിരുന്നു. കർത്താവിനെ അവർ കണ്ടില്ല. ഈ ദൂതനെ കണ്ടോടുകൂടെ അവരുടെ കിളി പോയി. ഇന്നത്തെ പിള്ളേര് പറയുന്ന പോലെ കിളി പോയി. സഹോദരം, ബോധം കെട്ട് നിലംപരീരായി. ആരെ കണ്ടപ്പം? ദൂതനെ കണ്ടപ്പം. അപ്പൊ കർത്താവിനെ കണ്ടിരുന്നെങ്കിൽ കരിഞ്ഞു പോയേനെ. അഡ്രസ് പോലും കിട്ടില്ലായിരുന്നു. തപ്പി പറക്കാൻ ഒന്നും കിട്ടില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൂതനെ കണ്ടപ്പോൾ ബോധം കെട്ടവർ നിലത്ത് വീണു. തേജോരൂപിയായി എന്റെ പ്രിയ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന് വേണ്ടി, അല്ലെങ്കിൽ ലോകം പറയാൻ തീർന്നെന്ന് ഈ പറയണ ഇല്ല. എന്റെ വീണ്ടെടുപ്പുകാര്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്.
പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാ. ആർക്ക് വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അതിനെ അളക്കാൻ കഴിയില്ല. പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. നിന്റെ ആവശ്യം എന്താണോ ആ സമയത്ത് നിന്റെ മുൻപിലുള്ള വിഷയം എത്ര സങ്കീർണമാണോ അതിനനുസരിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം. ഒരുപക്ഷേ രോഗിയാണെന്ന് പറഞ്ഞ ഡോക്ടർമാർ വിധിയെഴുത്തു നടത്തി ഹാർട്ട് നിശ്ചലമാകുമെന്ന്, ഹാർട്ടിന്റെ പ്രവർത്തനം ഇത്ര പെർസെന്റോ ഉള്ളോ എന്ന് പറഞ്ഞ നിനക്കെതിരെ തീർപ്പ് കൽപ്പിച്ചു എന്ന് വരാം. നിന്റെ ഹാർട്ട് ഇത്ര പെർസെന്റേ ഉള്ളൂ, അത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അത് കാരണം കൊണ്ട് ഇത്ര നാളെ നീ ജീവിക്കും. ആര് വിധി എഴുത്ത് നടത്തി? അതിന് പുല്ല് വില കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച ഒരു ദൈവം ഇതിൽ മുന്നോട്ട് പോകുകയാണെന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? പ്രവർത്തിക്കും. നിശ്ചലമായ ഡെഡ് ബോഡിക്കകത്ത് ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ത്രേകരൂപിയായത് ഉയർത്തെങ്കിൽ വചനം പറയുന്ന അതുപോലെ നിന്റെ ജീവിതത്തിലുള്ള വിഷയത്തിന്റെ മേലോ പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ശക്തി ഉണ്ട് കുഞ്ഞേ. പക്ഷെ അത് എല്ലായിടത്തും കയറി അങ്ങനെ കത്തിക്കില്ല. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കൂ. ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി ഏൽപ്പിച്ചു കൊടുക്കണം, രൂപാന്തരപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. ഇത് കത്തിച്ചുകൊണ്ടിരുന്നാൽ ഇനി അത് കത്തിക്കൊണ്ട് പോകും. വീട്ടിൽ പോകാൻ ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ട് വീടൊക്കെ പോകണ്ടേ, ചില ബോധം വേണമല്ലോ. ഹല്ലേലൂയ. ബോധമില്ലാത്ത നിലയിൽ കത്തിക്കാൻ പറ്റില്ല. കുറച്ച് നേരം കഴിയുമ്പം വയറ് കത്താൻ തുടങ്ങും. വയറ് കത്തുമ്പം തടവാൻ തുടങ്ങും. തടവി കഴിയുമ്പം കോട്ടുമായി ഇടാൻ തുടങ്ങും. പിന്നെ പറയും ഇതൊന്ന് നിർത്തി, ഇതൊന്ന് അവസാനിപ്പിച്ച് വെച്ച് പോകാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്ത വരും. പിന്നെ നിങ്ങളിവിടെ ഇരുന്ന് ഉറക്കം നോക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് സുബോധത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാ. ഈ കേട്ട വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാ. അല്ലെങ്കിൽ ഭക്തന്റെ പ്രാർത്ഥനയാ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണോ? എന്തിനു വേണ്ടിയാ? അവന്റെ വിളിയാലുള്ള ആശ അറിയുവാൻ വേണ്ടിയാ. എന്താ അതിന്റെ കാരണം? അല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില ഫലങ്ങൾ നിങ്ങളിൽ ഉണ്ടാകണോ? അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി മാറണോ? അതിനു വേണ്ടിയാണ് കുഞ്ഞേ നിന്നെ വിളിച്ചത്. വലയാൻ വേണ്ടിയല്ല, നിന്നെ തൊലയ്ക്കാൻ വേണ്ടിയല്ലെന്ന്. നിന്നെ യോഗ്യതയോടെ തല ഉയർത്തി മാന്യമാക്കി, മാന്യതയുള്ള ഒരു വ്യക്തിത്വമാക്കി, ചില കുറവുകളെ തീർത്ത് നിന്നെ നിർത്തുവാൻ ഒരു ദൈവത്തിന് പദ്ധതിയുണ്ട്. നിൽക്കുവാൻ നീ തയ്യാറായ നിന്നെ നിർത്തുവാൻ ദൈവം മതിയായവനാണ്. പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. അതിനായി ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാം. കന്യയുള്ള പിതാവേ, അപ്പച്ചന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരികയാ. ഈ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി വ്യാപരിക്കട്ടെ, പ്രവൃത്തിയായത് വെളിപ്പെടട്ടെ. ദൈവവചനം പറയുന്നത് പോലെ വിശുദ്ധിയോടെ ജീവിപ്പാൻ കൃപ നൽകണം. കരകളിൽ മുറ്റുമായി സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തിയെ കണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കും. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. മഹത്വം കർത്താവിന് അർപ്പണം ചെയ്യുന്നു. ജനത്തെ മുറ്റുമായി അനുഗ്രഹിക്കും. കേൾവിക്കാരെ കർത്താവ് ഉദ്ധരിക്കും. അന്ധകാര ശക്തിയുടെ ഹല്ലേലൂയ പിടിയിൽ നിന്ന്, പദ്ധതികളിൽ നിന്ന് ചില വ്യക്തി ജീവിതങ്ങളെ വിടുവിപ്പാൻ ശക്തമാകുകയാൽ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ. മഹത്വം മുഴുവൻ അങ്ങയ്ക്ക് ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.